ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നിർണായകമായ മറ്റൊരു മത്സരത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 13ാം റൗണ്ട് പോരാട്ടത്തിൽ കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദൻ നെസ്സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഇത് രണ്ടാം തവണയാണ് മുഹമ്മദൻ നെസ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. നേരത്തെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. അത് ഒരൽപ്പം കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണെങ്കിലും നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥകൾ ഒരൽപ്പം മോശമാണ്. തുടർ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. മിക്കേൽ സ്റ്റാറെ ഇപ്പോൾ ടീമിനോടൊപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അസിസ്റ്റന്റ് പരിശീലകനായ TG പുരുഷോത്തമനും അതുപോലെ തന്നെ റിസർവ് ടീമിന്റെ മുഖ്യ പരിശീലകനായ തോമസ് ടോർസും ചേർന്നുകൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുക. ഏതായാലും എന്തൊക്കെയാണ് പ്ലാനുകൾ അത് തോമസ് ടോർസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അടിയന്തരമായി ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനകത്ത് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. മാത്രമല്ല സമ്മർദ്ദഘട്ടങ്ങളിൽ ആടിയുലയാതെ വളരെ കാമായിക്കൊണ്ട് കളിക്കുക എന്നുള്ളതിനും പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് ടോർസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നുള്ളതിനാണ് ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. മാത്രമല്ല നിർണായക ഘട്ടങ്ങളിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അടിമപ്പെടാതെ കളിക്കുന്നതിനും ഞങ്ങൾ മുൻഗണന നൽകുന്നുണ്ട്. മുഹമ്മദ് നെസ്സിയെ ഞങ്ങൾ നിസ്സാരക്കാരായി കാണുന്നില്ല. ഒരു കടുത്ത വെല്ലുവിളി നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തയ്യാറായിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ തോമസ് ടോർസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മത്സരം വിജയിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുക. സർവ്വതും സമർപ്പിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ഇന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. തോമസ് ടോർസും TGPയും ചേർന്നുകൊണ്ട് ഏത് രൂപത്തിലുള്ള ഒരു 11 ആയിരിക്കും ഇറക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇന്നലെ ഈസ്റ്റ് ബംഗാൾ വിജയിച്ചതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ പിറകിലേക്ക് പോയിട്ടുണ്ട്. നിലവിൽ 11ാം സ്ഥാനത്താണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.